യൂത്ത് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യൻ. ടിവിയും സോഷ്യൽ മീഡിയയും കാണാത്ത 40% പേർ കേരളത്തിലുണ്ടെന്ന് പി.ജെ. കുര്യൻ പറഞ്ഞു. കുര്യൻ ലക്ഷ്യം വെച്ചത് സംഘടനയുടെ ശാക്തീകരണമാണെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പി.ജെ. കുര്യന്റെ പ്രസ്താവന സതുദ്ദേശപരമെന്ന് കരുതാൻ സൌകര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ശബ്ദരേഖ പുറത്തുവന്നു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങൾക്ക് ശേഷവും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി.ജെ. കുര്യൻ. വിമർശനം സതുദ്ദേശപരമായാണെന്നും ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റികളില്ലെന്നും കുര്യൻ പറഞ്ഞു. ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ല. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ സി പി എമ്മിന്റെ ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറെ ചെറുപ്പക്കാർ വേണം. കുര്യനെ പൂർണ്ണമായി തള്ളാതെയും യൂത്ത് കോൺഗ്രസിനെ പിന്തുണച്ചുമാണ് കെ.പി.സി.സി അധ്യക്ഷൻ പ്രതികരിച്ചത്. പി.ജെ. കുര്യൻ പറഞ്ഞത് ഊതിപ്പെരുപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. നിങ്ങൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കല്ലേ, സംഘടനാപരമായി കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നത് എന്ത് വാർത്തയാണ്. അതിനിടെ പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ശബ്ദ സന്ദേശം പുറത്തായി. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പി.ജെ. കുര്യൻ നടത്തിയ പ്രസ്താവന സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ രാഹുൽ പറയുന്നത്. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയർത്തുന്നത്. വിഷയം കൂടുതൽ വിവാദമാകാതെ പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. മീഡിയ 1 പത്തനംതിട്ട.